നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 16-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്വർണ്ണ ഹോൾമാർക്കിനും 6 അക്ക HUID കോഡിനും പിന്നാലെ ഇന്ത്യൻ സ്വർണ്ണ വിപണിയിൽ വൻ പരിഷ്കാരത്തിനൊരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും. ജുവലറികളിൽ നിന്ന് ഉപഭോക്താവിലേക്ക് എത്തുന്ന ഓരോ സ്വർണ്ണാഭരണത്തിൻ്റെയും HUID കോഡ് കേന്ദ്ര ഡാറ്റാബേസിൽ സോൾഡ് അഥവാ വിറ്റു എന്ന് ടാഗ് ചെയ്യുന്നതാണ് പുതിയ പദ്ധതി. മോഷ്ടിക്കപ്പെടുന്ന സ്വർണ്ണത്തിൻ്റെ പുനർവിൽപ്പന തടയുക, അതോടൊപ്പം തന്നെ വ്യാജ ഹോൾമാർക്കിംഗ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക, പഴയ സ്വർണം മാറ്റിയെടുക്കുന്ന പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കുക എന്നിവയൊക്കെയാണ് ഈ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സാധാരണയായിട്ട് സ്വർണം കടയിൽ നിന്ന് വിറ്റ് കഴിഞ്ഞാൽ അത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് സർക്കാരിന് സാധിക്കാറില്ല. എന്നാൽ പുതിയ നീക്കം ഇതിനൊരു ശാശ്വത പരിഹാരമാകും. നമ്മൾ ഓരോരുത്തരും സ്വർണം വാങ്ങുമ്പോൾ തന്നെ ജ്വല്ലറികൾ ആ ആഭരണത്തിൻ്റെ HUID കോഡ് കേന്ദ്ര പോർട്ടലിൽ സോൾഡ് എന്ന് ടാഗ് ചെയ്യും. ഇനി സ്വർണം നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ഉടമയ്ക്ക് സാധിക്കും. അപ്പോൾ പോർട്ടലിൽ ആ ആഭരണത്തിൻ്റെ സ്റ്റാറ്റസ് ഫ്ലാഗ്ഡ് അല്ലെങ്കിൽ സ്റ്റോളൻ എന്ന് മാറും. പിന്നീട് ഏതെങ്കിലും മോഷ്ടാവ് ഈ സ്വർണം വിൽക്കാനോ മാറ്റിയെടുക്കാനോ ശ്രമിച്ചാൽ ജ്വല്ലറിയിലെ സ്കാനിങ്ങിലൂടെ അത് മോഷ്ടിക്കപ്പെട്ടതാണെന്ന് ഉടനടി തിരിച്ചറിയാനും പിടികൂടാനും സാധിക്കും. പഴയ സ്വർണം നൽകി പുതിയത് വാങ്ങാൻ ചെല്ലുമ്പോഴും ജ്വല്ലറികൾ ഈ HUID സ്കാൻ ചെയ്ത് ഡാറ്റാബേസിലെ വിവരങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷമേ ഇടപാടുകൾ നടത്തുകയുള്ളൂ. സ്വർണം വലിയ തോതിൽ വാങ്ങുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം വളരെ നേട്ടമാണ്. കാരണം മോഷണം പോയ സ്വർണം രാജ്യത്ത് എവിടെ വിൽക്കാൻ ശ്രമിച്ചാലും ഉടനടി പിടിക്കപ്പെടും. കൂടാതെ പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ പേപ്പർ ബില്ലുകൾ നിർബന്ധമല്ലാതാകുകയും വിവരങ്ങൾ ഡിജിറ്റലായിട്ട് പരിശോധിക്കാനായിട്ട് കഴിയുകയും ചെയ്യുന്നത് ബില്ലുകൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കും. ബില്ലില്ലാതെ സ്വർണം വാങ്ങുന്നതും വിൽക്കുന്നതും തടയാൻ ചെറിയ ജ്വല്ലറികൾ പോലും അവരുടെ വിൽപ്പന അപ്പോൾ തന്നെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. സ്വർണം വാങ്ങുമ്പോൾ ആഭരണത്തിൻ്റെ HUID കോഡ് പോർട്ടലിൽ സോൾഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇൻവോയ്സ് ബില്ലിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉപഭോക്താക്കളൊക്കെ തന്നെ ഉറപ്പാക്കണം. ഒപ്പം കൃത്യമായ മൊബൈൽ നമ്പർ നൽകി ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഭാവിയിലെ ഇടപാടുകൾക്ക് OTP അല്ലെങ്കിൽ SMS ആവശ്യമായി വന്നേക്കാം. നിലവിലെ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയുള്ള ഈ വിവരങ്ങൾ പ്രകാരം ഹോൾമാർക്കിംഗ് ഇല്ലാത്ത പഴയ സ്വർണ്ണങ്ങളെ ഇത് ബാധിക്കില്ലെങ്കിലും ആഭരണങ്ങൾ ഉരുക്കി വിൽക്കാൻ ശ്രമിച്ചാൽ ഈ സംവിധാനത്തിന് ചില പ്രായോഗികമായിട്ടുള്ള പരിമിതികൾ ഉണ്ടാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഓണം പ്രമാണിച്ച് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ബോണസും അഡ്വാൻസും ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇത് പ്രകാരം അർഹരായിട്ടുള്ള ജീവനക്കാർക്ക് 4500 രൂപ ബോണസായിട്ട് ലഭിക്കും. ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3000 രൂപയും സർവീസ് പെൻഷൻകാർക്ക് 1250 രൂപയും പ്രത്യേക ഉത്സവ ഭത്തയായിട്ട് നൽകും. കൂടാതെ 6 മാസം സേവനം പൂർത്തിയാക്കിയ കരാർ ജീവനക്കാർക്കും ഉത്സവ ഭത്തയ്ക്ക് അർഹതയുണ്ടായിരിക്കും. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികൾക്കും ആയമാർക്കും 1550 രൂപയും ആശാ വർക്കർമാർ, അംഗനവാടി ഹെൽപ്പർമാർ എന്നിവർക്ക് 1450 രൂപയുമാണ് ഉത്സവ ഭത്തയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ബോണസ് വിതരണം ഉടൻ തന്നെ ആരംഭിക്കും. ഇതിന് പുറമെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും 20000 രൂപ ഓണം അഡ്വാൻസ് ആയിട്ട് നൽകും. ഈ തുക പിന്നീട് 5 തുല്യ പ്രതിമാസ ഗഡുക്കളായിട്ട് തിരിച്ചടച്ചാൽ മതിയാകും. പാർട്ട് ടൈം ജീവനക്കാർ, സീസണൽ വർക്കർമാർ എന്നിവർക്ക് 6000 രൂപയാണ് അഡ്വാൻസ് ആയിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഓണം അഡ്വാൻസ് വിതരണം അത് ഓഗസ്റ്റ് 20 മുതൽ ആരംഭിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നോർക്കയുടെ നോർക്ക കെയർ പ്ലസ് ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമാകുന്നു. ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 18 വരെയുള്ള ഒരു മാസക്കാലമാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം. പുതിയ രജിസ്ട്രേഷൻ എടുക്കുന്നവർക്കും നിലവിലുള്ള ഇൻഷുറൻസ് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയൊരു ആശ്വാസമാകുന്ന ഈ പദ്ധതിയിൽ നിലവിൽ 99% ക്ലെയിം റേഷ്യോയും 33,000 ആളുകൾക്ക് തീർപ്പ് കൽപ്പിച്ച സേവനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ 688 പരം ആശുപത്രികളിലും രാജ്യത്തുടനീളമുള്ള 20,000 ആശുപത്രികളിലും ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം ഇതിലൂടെ ലഭ്യമാണ്. 18 മുതൽ 70 വയസ്സ് വരെയുള്ളവർക്കാണ് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കുക. ആക്റ്റീവായിട്ടുള്ള നോർക്ക പ്രവാസി ID, സ്റ്റുഡൻറ്റ് ID അല്ലെങ്കിൽ NRK ID ഉള്ളവർക്ക് ഇതിൽ പങ്കാളികളാകാം. സംസ്ഥാനത്തിന് പുറത്തുള്ള മലയാളികൾക്കും ഈ അവസരം ലഭ്യമാണ്. ID കാർഡ് ഇല്ലാത്തവർക്ക് എത്രയും വേഗം പുതിയ ID ജനറേറ്റ് ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മുൻപുണ്ടായിരുന്ന 5 ലക്ഷത്തിൻ്റെ കവറേജിന് പുറമെ ഇപ്പോൾ 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, 1 കോടി എന്നിങ്ങനെ 7 വ്യത്യസ്ത സ്ലാബുകളിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ലാബിനനുസരിച്ച് പ്രീമിയം തുകയിലും ലഭിക്കുന്ന ആനുകൂല്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ടാകും.
10 ലക്ഷത്തിന് മുകളിലുള്ള പാക്കേജുകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് നിബന്ധനകൾക്ക് വിധേയമായിട്ട് 80 വയസ്സ് വരെയുള്ള മാതാപിതാക്കളെയും, അതായത് ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ മാതാപിതാക്കളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നോർക്കയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. പോളിസിയുടെ നിബന്ധനകളും വ്യവസ്ഥകളുമൊക്കെ കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രം ഇതിലേക്ക് അപേക്ഷിക്കുക. ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുറന്നു ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ അടുത്ത ഗഡു വിതരണത്തിനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ അവസാനത്തോടെയോ ഒക്ടോബർ ആദ്യവാരത്തോടെയോ 2000 രൂപ വീതമുള്ള സാമ്പത്തിക ധനസഹായം അർഹരായിട്ടുള്ള എല്ലാ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിച്ചേരുന്നതാണ്. എന്നാൽ ഈ ആനുകൂല്യം തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ കർഷകരും തങ്ങളുടെ ഈ KYC പ്രക്രിയ ഉടൻ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ കർഷകർക്ക് സ്വന്തം ബയോമെട്രിക് വിവരങ്ങൾ നൽകിക്കൊണ്ട് ഈ KYC വളരെ എളുപ്പത്തിൽ പുതുക്കാവുന്നതാണ്. ഇതിനായി സർക്കാർ പ്രത്യേക അവസാന തീയതി നിലവിൽ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും അക്കൗണ്ടിലേക്ക് പണം എത്തുന്നത് വൈകാതിരിക്കാനും സാമ്പത്തിക ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാനും എത്രയും വേഗം തന്നെ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ഒക്കെ തന്നെ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പങ്കുവയ്ക്കുകയാണ്. ഒന്നാമതായിട്ട്, പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നതിനായിട്ടുള്ള വാർഷിക മസ്റ്ററിംഗ് പ്രക്രിയ നിലവിൽ സംസ്ഥാനത്തുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും മാസങ്ങളിലും പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ 30-നകം തന്നെ ഗുണഭോക്താക്കൾ എല്ലാവരും മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടത്. വരുന്ന സെപ്റ്റംബർ മാസം 30-നകം തന്നെ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായിട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പുറത്തിറങ്ങാനായിട്ട് സാധിക്കാത്ത കിടപ്പ് രോഗികൾക്കായിട്ട് പ്രത്യേക ഹോം മസ്റ്ററിംഗ് സൗകര്യം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം രോഗികളുടെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ വാർഡ് മെമ്പറെയോ സമീപമായി തന്നെ അറിയിച്ചാൽ അവരുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട്, പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ടെങ്കിലും അത് ഉടൻ തന്നെ കർശനമായിട്ട് നടപ്പിലാക്കില്ല. എല്ലാ വിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ നൽകാനും ഇതിലേക്ക് മാറാനും ആവശ്യത്തിന് സമയവും ഇളവുകളുമൊക്കെ നൽകിയ ശേഷം മാത്രമേ പുതിയ തീരുമാനം പൂർണ്ണമായിട്ടും പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതിനാൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഈ വരുന്ന ഓണക്കാലത്തും തുടർന്നുള്ള മാസങ്ങളിലും മുൻപത്തെ പോലെ തന്നെ നേരിട്ടും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുമൊക്കെ തന്നെ ഒരുപോലെ ധനസഹായം ലഭ്യമാകുന്നതാണ്. ഇനി മൂന്നാമതായിട്ട്, ഏറെ പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്ന ഈ ഓണക്കാലത്ത് സെപ്റ്റംബർ മാസത്തെ അഡ്വാൻസ് തുക ഉൾപ്പെടെ 2 ഗഡു പെൻഷൻ ഒന്നിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആലോചനകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. എന്നാൽ നിലവിൽ 1 ഗഡു പെൻഷനായി 2000 രൂപ വീതം വിതരണം ചെയ്യാനുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ മാത്രമാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുക. 2 ഗഡു നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം അല്ലെങ്കിൽ അന്തിമ അനുമതി ലഭിച്ച ശേഷം കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ എങ്കിലും വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും തിങ്കളാഴ്ചയോടെ തന്നെ ഇതിൽ ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗിക ഉത്തരവുകളൊക്കെ തന്നെ വൈകുകയാണെങ്കിൽ പോലും കുറഞ്ഞത് 1 ഗഡു തുകയെങ്കിലും ഓഗസ്റ്റ് 25-ന് മുൻപായി തന്നെ ഉറപ്പായിട്ടും എല്ലാവർക്കും ലഭ്യമാകുമെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നിലവിലെ സൂചനകൾ അനുസരിച്ച് ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കാനാണ് കൂടുതലും സാധ്യത. ഓഗസ്റ്റ് 25-ന് മുൻപ് എല്ലാവർക്കും തന്നെ പെൻഷൻ പൂർണ്ണമായിട്ട് വിതരണം ചെയ്ത് തീർക്കാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഒന്നിൽ കൂടുതൽ മാസത്തെ തുക ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് തിങ്കളാഴ്ചയോടെ കൃത്യമായ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2026 ഓഗസ്റ്റ് 15 ശനിയാഴ്ചയിലെ കണക്കുകൾ പ്രകാരം 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 14,220 രൂപയും പവന് 520 രൂപ വർദ്ധിച്ച് 1,13,760 രൂപയിലുമാണ് വിപണിയിൽ വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം കമൻറ്റിലും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.